നമസ്കാരം. അമേരിക്കൻ സൈന്യം കഴിഞ്ഞ 10 ദിവസങ്ങളായി ഇന്ത്യയുടെ അതിർത്തിയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ അതിർത്തി എന്ന് മാത്രമല്ല, ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ അപ്പുറത്ത് വരെ അമേരിക്കൻ സൈന്യം എത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ വളരെ കുറവായിരിക്കും. എന്നാൽ സത്യം അതാണ്. കഴിഞ്ഞ 10 ദിവസങ്ങൾക്കിടയിൽ നടന്ന കാര്യവുമാണ്. നമ്മൾ ഈ ഭാരതത്തിനുള്ളിൽ നമ്മളുടെ വാർത്താമാധ്യമങ്ങളും ഒരു പരിധിവരെ ജനങ്ങളുമൊക്കെ CJPയുടെ സമരവും ജന്തർ മന്തറിലെ ബഹളവും ഒക്കെ ശ്രദ്ധിച്ചു പോകുമ്പോൾ വളരെ നിശബ്ദമായി ഇങ്ങനെയൊരു നീക്കം ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഓപ്പറേഷൻ ടൈഗർ ലൈറ്റനിങ് എന്ന പേരിൽ അമേരിക്കൻ സൈന്യവും ബംഗ്ലാദേശ് സൈന്യവും ചേർന്ന് നടത്തിയ ഒരു ജോയിൻ്റ് എക്സർസൈസ്, അവരുടെ ഒരുമിച്ചുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ സൈന്യം ഇവിടെ നമ്മളുടെ മേഖലയിൽ എത്തിയത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഇതത്ര നിസ്സാരമായ കാര്യമല്ല. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് കടുത്ത ആശങ്കയുണ്ട് ഇങ്ങനെയൊരു നീക്കം ഈ സമയത്ത് നടക്കുന്നതിൽ. ഈ ഓപ്പറേഷൻ ടൈഗർ ലൈറ്റനിങ് എന്ന് പറയുന്നത് 2026 മാത്രമല്ല, ഇതിനു മുമ്പും അമേരിക്കയും ബംഗ്ലാദേശിൻ്റെയും സൈനികർ ചേർന്ന് നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ്. ഈ പേരിലല്ലാതെയും അമേരിക്കയും ബംഗ്ലാദേശും സംയുക്ത സൈനിക അഭ്യാസങ്ങളൊക്കെ നേരത്തെയും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് അതുപോലല്ല. കൃത്യമായി ഭാരതത്തിൻ്റെ അതിർത്തിയിൽ കിഴക്കൻ സിൽഹട്ട് മേഖലയിലാണ് ഈ കഴിഞ്ഞ ജൂലൈ 19 മുതൽ ഇന്ന് വരെ, അതായത് ജൂലൈ 31 വരെ ഈ എക്സർസൈസ് നടന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ആഭ്യന്തര വിഷയങ്ങളിൽ ഇങ്ങനെ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ നമ്മളുടെ സൈന്യവും നമ്മളുടെ പാരാമിലിറ്ററി ഫോഴ്സും നമ്മളുടെ ഇൻ്റലിജൻസും ഒക്കെ കനത്ത ജാഗ്രതയിലായിരുന്നു ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ. കാരണം ഈ അമേരിക്കൻ സൈന്യത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ഇന്ത്യയുടെ അതിർത്തിയോടെ വളരെ ചേർന്ന്, അതായത് ഒരു 6 കിലോമീറ്റർ അപ്പുറം വരെ അമേരിക്കൻ സൈന്യം എത്തിയിരുന്നു ഈ ദിവസങ്ങളിൽ ഈ എക്സർസൈസിൻ്റെ പേര് പറഞ്ഞ്. ഇതെന്തായാലും അത്ര നിഷ്കളങ്കമായ കാര്യമല്ല. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം ഇതിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അതിന് കാരണം 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയും ബംഗ്ലാദേശിലുണ്ടായ ഭരണമാറ്റവുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ മുമ്പിൽ നിർത്തി തുടങ്ങിയ പ്രക്ഷോഭവും, അതിനുശേഷം ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിട്ടു പോകേണ്ടി വന്നതും, അതിനുശേഷം മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു പിണിയാൾ തന്നെ ബംഗ്ലാദേശിൻ്റെ ഭരണം ഏറ്റെടുത്തതും, ഇപ്പോൾ മറ്റൊരു ഭരണകൂടം നിലവിൽ വന്നതുമൊക്കെ കൃത്യമായ ഒരു ഐഡിയയുടെ, കൃത്യമായ ഒരു പ്രോജക്റ്റ്, അമേരിക്കൻ പ്രോജക്റ്റ് നടപ്പാക്കിയതിൻ്റെ ഭാഗമാണ് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. ഇത് അമേരിക്കയാണ് ഇതിലെ ഓരോ കരുക്കളും നീക്കിയത്. അമേരിക്കയാണ് ഈ വിദ്യാർത്ഥികളെ തെരുവിലിറക്കിയത്. അമേരിക്കൻ പദ്ധതി അനുസരിച്ചാണ് മുഹമ്മദ് യൂനസ് പ്രധാനമന്ത്രിയായതും. അതിൽ അമേരിക്ക എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമാണ്. ഈ മേഖലയിൽ അമേരിക്കയ്ക്കൊരു സ്വാധീനം വേണം. ആ സ്വാധീനത്തിൻ്റെ ലക്ഷ്യമാകട്ടെ ഭാരതവും ചൈനയും ആണ് താനും. അപ്പോൾ അമേരിക്ക ഇത്തരത്തിൽ വലിയ താല്പര്യമാണ് കിഴക്കൻ മേഖലയിൽ കാണിക്കുന്നത്. ഇതിനോടൊപ്പം നമ്മൾ എടുത്തു കാണിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ മതരാഷ്ട്രം ഈ കിഴക്കൻ മേഖലയിൽ വരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ്. അതിൻ്റെ പിന്നിലും കൃത്യമായിട്ട് അമേരിക്കൻ NGOസും ഈ മുഹമ്മദ് യൂനസിനൊക്കെ ബന്ധമുള്ള ചില NGOകളും അതേപോലെ തന്നെ ക്രിസ്ത്യൻ മതമേധാവികളും അതുപോലെ അമേരിക്കൻ ഭരണകൂടവും CIA-യും ഒക്കെയാണ് ഈ സോനേഷൻ എന്ന് പറയുന്ന ഒരു രാജ്യം അവിടെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ പിന്നിലുള്ളത്. ഈ സോനേഷൻ എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ നോർത്ത് ഈസ്റ്റിലും ബർമയുടെയും ബംഗ്ലാദേശിൻ്റെയും ചില പ്രദേശങ്ങളിലും താമസിക്കുന്ന സോ പീപ്പിൾ എന്ന് പറയുന്ന വിവിധ ഗോത്രവർഗ്ഗക്കാരാണ്. അതിൽ കുക്കീസ് ഉണ്ട്, അതിൽ മിസോസ് ഉണ്ട്, അതിൽ ചിൻ വംശജരുണ്ട്. അങ്ങനെ നിരവധി വംശജർ എല്ലാം കൂടെ ചേർന്ന് പറയുന്നതാണ് സോ പീപ്പിൾ എന്ന്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കൊണ്ടുപിടിച്ച് നടക്കുന്നത്. അതിനെ ഷെയ്ഖ് ഹസീന എതിർത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് പുറത്തു പോകേണ്ടി വന്നതെന്ന് അവർ തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട്. സത്യം എന്തായാലും അവിടെ അങ്ങനെ ഒരു നീക്കം നടക്കുന്ന സമയത്ത് ഈ അതിർത്തി പ്രദേശത്ത് അമേരിക്കൻ സൈന്യം എത്തിയത് അത്ര യാദൃച്ഛികമല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇനി ഇതിനോടൊപ്പം ഭാരതം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ബംഗ്ലാദേശ് ഭാരത അതിർത്തിയിൽ നടക്കുന്ന വേലികെട്ടലാണ്. വളരെ സുരക്ഷിതമായി ഈ മേഖല സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള
കടുത്ത ശ്രമങ്ങളാണ്, വലിയ ശ്രമങ്ങളാണ് ഭാരതം നടത്തുന്നത്. വലിയ തോതിൽ അതിന് എതിർപ്പുണ്ടാകുന്നുണ്ട് ബംഗ്ലാദേശിൽ നിന്ന്, ബംഗ്ലാദേശിലെ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന്, അവരുടെ പട്ടാളത്തിൽ നിന്നൊക്കെ എതിർപ്പുണ്ടാകുന്നുണ്ട്. കാരണം ഈ മേഖല ഇങ്ങനെ തുറന്നു കിടക്കുകയായിരുന്നു. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഭാരതത്തിൽ വരാം, എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോകാം, ഒരു രേഖയും ആവശ്യമില്ല. വല്ല കൈമടക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ എല്ലാ ഇന്ത്യൻ രേഖകളും ലഭിക്കും. അങ്ങനെ ആർക്കും എന്തും ചെയ്യാവുന്ന അവസ്ഥയിൽ കിടക്കുന്ന ബംഗ്ലാദേശ് അതിർത്തിയാണ് നമ്മളിപ്പോൾ അടയ്ക്കാൻ ശ്രമിക്കുന്നത്. അതും ബംഗ്ലാദേശിൽ വലിയ അസ്വാരസ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്ക ഉൾപ്പെടുന്ന പദ്ധതികളിൽ അത് വലിയ തടസ്സമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ഓപ്പറേഷൻ ടൈഗർ ലൈറ്റനിങ് എന്നുള്ള ഒരു സംയുക്ത അഭ്യാസത്തിൻ്റെ പേര് പറഞ്ഞ് അമേരിക്ക ഏറ്റവും അത്യന്താധുനിക ഉപകരണങ്ങളുമായി, സർവേ ഉപകരണങ്ങളുമായിട്ടാണ് ഇന്ത്യൻ അതിർത്തിയിലെത്തിയതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഒരു ആശങ്കയുണ്ടാക്കുന്ന വിഷയം തന്നെയാണ്. മറ്റൊരു പ്രധാന കാര്യം ബംഗ്ലാദേശിലുണ്ടായ ആ വലിയ മാറ്റമാണ്. ബംഗ്ലാദേശിൽ ഇപ്പോൾ ഭാരതത്തോട് അനുകൂല മനോഭാവം പുലർത്തുന്ന ഒരു ഭരണകൂടമല്ല നിലവിലുള്ളത്. ആ ഭരണകൂടം ചൈനയുമായി കൂടുതൽ അടുപ്പം പുലർത്തുന്ന ഭരണകൂടമാണ്. അവർ പരസ്യമായി അങ്ങനെയല്ല എന്നൊക്കെ അവകാശപ്പെട്ടാലും. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ CIA ഓപ്പറേറ്റീവ്സിന് നേരത്തെ കാഠ്മണ്ഡു പോലെ ഇപ്പോൾ കാഠ്മണ്ഡുവിൽ അത്രയും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ CIAയോ അല്ലെങ്കിൽ ചൈനീസ് ഇൻ്റലിജൻസിനെയോ ഒന്നും നേപ്പാളിലെ ഭരണകൂടം സമ്മതിക്കുന്നില്ല. അപ്പോൾ അവർ ആ ആക്ടിവിറ്റീസ് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് അവർ മാറ്റിയിരിക്കുന്നത് ബംഗ്ലാദേശിലെ ഢാക്കയിലേക്കാണ്. ഢാക്കയിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ CIAയുടെ ഒരു വലിയ കേന്ദ്രം തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു വീഡിയോ തന്നെ പുറത്തു വന്നിരുന്നു. ഒരു കോളേജിൻ്റെ ക്യാമ്പസ് തന്നെ അവർ ഏറ്റെടുത്തിട്ട് അമേരിക്കൻ താവളമാക്കി അവർ മാറ്റിയിരിക്കുന്നു. ധാക്ക നഗരത്തിൻ്റെ പുറം ഭാഗത്തുള്ള ഒരു പ്രദേശത്തുള്ള ഒരു കോളേജ്. അത് ഒരു വീഡിയോ തന്നെ ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. പിന്നീട് ആ വീഡിയോ ആരോ എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ ആവശ്യത്തിന് CIA ഓപ്പറേറ്റീവ്സ് ഉണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ ഏതാണ്ട് 2 അമേരിക്കൻ മേഴ്സിനറീസിനെ നമ്മൾ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളെ NIA അറസ്റ്റ് ചെയ്തു, വേറൊരാളെ ഇന്ത്യൻ സെക്യൂരിറ്റി ഏജൻസീസ് അറസ്റ്റ് ചെയ്തത് 6 ഉക്രൈനിയൻ വംശജരോടൊപ്പമാണ്. അയാളുടെ പേര് വാൻ ഡിക്ക് എന്നാണ്. മാർച്ച് 2026 മാത്യു വാൻ ഡിക്ക് എന്നാണ് അയാളുടെ പേര്. അയാളെ നമ്മൾ അറസ്റ്റ് ചെയ്തത്. വേറൊരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തത് ജോർഡൻ ബ്രൗൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇയാളും NIA ആണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇവർ രണ്ടുപേരും CIA പഴയ ഓപ്പറേറ്റീവ്സാണ്. ഇവർ ഭാരതത്തിൽ കടന്നത് ബംഗ്ലാദേശ് വഴിയാണ്. ഇവർ ഭാരതത്തിൽ എത്തിയത് വിധ്വംസക പ്രവർത്തനങ്ങൾക്കാണ്. ഇവർ പരിശീലനം കൊടുത്തുകൊണ്ടിരുന്നത് ബംഗ്ലാദേശിലെ ധാക്കയിലാണ്. അപ്പോൾ ഈ ധാക്ക കേന്ദ്രീകരിച്ച് ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നോർത്ത് ഈസ്റ്റിൽ വീണ്ടും വിഘടനവാദം ശക്തമായി കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു. മണിപ്പൂരിലെ കലാപം അവസാനിപ്പിക്കാൻ എന്തൊക്കെ ചർച്ച നടത്തിയിട്ടും ആ കലാപം അവസാനിക്കാതെ നിലനിൽക്കുന്നു. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം എടുക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് കത്തിക്കാൻ വേണ്ടി അമേരിക്കൻ മിഷണറിമാരുടെയും അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിൻ്റെയും സഹായത്തോടുകൂടി CIA പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്നും ആ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെയും അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതിൻ്റെയും ഭാഗമാണ് ഈ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരിൽ അമേരിക്കൻ സൈന്യം ഈ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഭാരതത്തിൻ്റെ തൊട്ടിപ്പുറം വരെ വന്നതെന്നും ഭാരതത്തിലെ ഇൻ്റലിജൻസ് ഏജൻസികളും ഭരണകൂടവും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പുതിയ പ്രശ്നം തന്നെയാണ്. ഈ സോ നേഷൻ എന്ന് പറയുന്ന മതരാഷ്ട്രം, ക്രിസ്ത്യൻ മതരാഷ്ട്രം ഇപ്പോൾ ബംഗ്ലാദേശിലെയും മ്യാൻമാറിലെയും ഭാരതത്തിലെയും ഒക്കെ മേഖലകൾ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമല്ല. പക്ഷേ അവിടെ ആ പ്രദേശത്ത് ഇതിൻ്റെയൊക്കെ പേരിൽ വലിയ അസ്വാരസ്യങ്ങളും വലിയ പ്രതിസന്ധികളും സൃഷ്ടിക്കാൻ അമേരിക്ക വിചാരിച്ചാൽ സാധിക്കും. ഇപ്പോൾ അവർക്ക് അതിന് കൂടുതൽ സൗകര്യമുണ്ട്. കാരണം ധാക്ക തന്നെ അവരുടെ ഒരു വലിയ കേന്ദ്രമായി മാറിയിരിക്കുന്നു. നമ്മളുടെ ഇൻ്റലിജൻസ് തീർച്ചയായിട്ടും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അവർ ചെയ്യാനുള്ളത് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം ഈ കഴിഞ്ഞ 12 ദിവസങ്ങൾക്കിടയിൽ അമേരിക്കൻ സൈന്യം എന്ത് ചെയ്തു എന്നുള്ള ഓരോ മിനിറ്റ് ബൈ മിനിറ്റ് അക്കൗണ്ട് നമ്മളുടെ ഇൻ്റലിജൻസ് ഏജൻസികളുടെ പക്ക ഉണ്ട്. ആ എക്സർസൈസിൽ ഏതാണ്ട് 91 അമേരിക്കൻ സൈനികരാണ് പങ്കെടുത്തത്. ഇന്നത് അവസാനിച്ചു. അതോടൊപ്പം 93 ബംഗ്ലാദേശ് സൈനികരും അതിനകത്തുണ്ടായിരുന്നു. ഈ 91 അമേരിക്കൻ സൈനികരുടെ മുഴുവൻ ഡീറ്റെയിൽസും അവരുടെ എക്സ്പെർട്ടൈസ് എന്താണ് എന്നൊക്കെ ഉള്ളത് നമ്മളുടെ ഇൻ്റലിജൻസ് ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും
പല മേഖലകളിൽ നിന്ന് പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിലൂടെയാണ് ഭാരതം മുന്നോട്ട് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ടെങ്കിലും ഈ പരിപാടിയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വലിയ പ്രതിസന്ധികളാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. അതിർത്തികളിലായാലും ആഭ്യന്തര പ്രശ്നങ്ങളിലായാലും എപ്പോഴും പറഞ്ഞതുപോലെ പറഞ്ഞുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാം. നമ്മളുടെ സൈന്യവും നമ്മളുടെ ഭരണകൂടവും നമ്മളുടെ ഇൻ്റലിജൻസും മാത്രമല്ല, ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളും ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന വിധ്വംസക ശക്തികൾക്കെതിരെ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുകയും അതിനെതിരെയുള്ള നീക്കങ്ങൾ നടത്താൻ തയ്യാറാകുകയും ചെയ്താൽ മാത്രമേ ഈ രാജ്യത്ത് സുരക്ഷിതത്വം എന്നൊന്ന് ഇവിടുത്തെ അടിസ്ഥാന ജനതയ്ക്ക് ഉണ്ടാകുകയുള്ളൂ. നമസ്കാരം.